ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ. നമ്മുടെ അമ്മ അവലോസ് പൊടി ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഇട്ടിരുന്നു. അപ്പോൾ അവലോസ് പൊടി നമ്മൾ അവിടെ അടുത്തൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അമ്മയ്ക്ക് കുറച്ച് കസ്റ്റമേഴ്സൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കുന്നതാണ് അവലോസ് പൊടി. മാത്രമല്ല ഉണ്ണിയപ്പം, ചമ്മന്തിപ്പൊടി, അങ്ങനെ കുറേ അമ്മയുടെ അച്ചപ്പമ്മയുടേതായിട്ടുള്ള കുറച്ച് ഐറ്റംസ് ഉണ്ട്. അതൊക്കെ അമ്മ ഉണ്ടാക്കുന്നുണ്ട്. അപ്പം ഞാൻ ഇതൊന്നും ഇതുവരെ വീഡിയോ ആക്കി ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പം എൻ്റെ വീഡിയോ സ്ഥിരം കാണുന്ന ഒരാൾ എൻ്റെ കയ്യിൽ നിന്ന് 1 കിലോ അവലോസ് പൊടി വാങ്ങിച്ചു. അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ടേസ്റ്റ് നല്ലതായാലും കൊള്ളില്ലാത്തതായാലും അഭിപ്രായം പറയണേ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം പറയാമെന്ന് പറഞ്ഞു. വൈകുന്നേരമായി ഇപ്പോൾ നമുക്ക് അഭിപ്രായം വന്നു. അപ്പോൾ എൻ്റെ അമ്മ വറുത്ത അവലോസ് പൊടിയുടെ അഭിപ്രായം നിങ്ങൾക്ക് കേൾക്കണ്ടേ? പുറത്തുനിന്നൊരാൾ ഇതുപോലെ അഭിപ്രായം നമുക്ക് അയച്ചു തരുമ്പോൾ അത് കേൾപ്പിക്കാണ്ടിരിക്കാൻ പറ്റൂലല്ലോ. ആളുടെ പേരെന്താ, എവിടെ ഉള്ളതാണ് എന്നൊന്നും പറയൂല. എന്തായാലും തൃശ്ശൂർ തന്നെ ഉള്ളതാണ്. അപ്പം ഇന്ന് ഞാൻ കുറച്ച് അവലോസ് പൊടി എത്തിച്ചു കൊടുത്തിരുന്നു. എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് അയച്ചു. അപ്പം ഞാൻ പറഞ്ഞു കൊറിയർ അയക്കണമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു കൊറിയർ അയക്കും. എറണാകുളം, തൃശ്ശൂരൊക്കെ ഉള്ളവരൊക്കെ ആണെങ്കിൽ നമുക്ക് നേരിട്ട് പോയി കൊടുക്കാൻ പറ്റിയ സ്ഥലമാണെങ്കിൽ നേരിട്ട് എത്തിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നെ 2-3 ദിവസമായി കോണ്ടാക്ട് ചെയ്തിട്ട്. അപ്പം ഇന്ന് തൃശ്ശൂർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ തൃശ്ശൂർ പോയി അവലോസ് പൊടി കൊടുത്തു. അപ്പം ഞാൻ പറഞ്ഞിരുന്നു, അവലോസ് പൊടി കഴിച്ചു നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നല്ലതായാലും കൊള്ളില്ലാത്തതായാലും അഭിപ്രായം മസ്റ്റാണ്. അഭിപ്രായം പറയണം. കമൻ്റായിട്ട് വീഡിയോയുടെ അടിയിൽ ഇടാനാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് അയച്ചു. എൻ്റെ അമ്മ വറുത്ത അവലോസ് പൊടി എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് കേൾക്കാൻ നിങ്ങൾക്കും താല്പര്യമില്ലേ? ഞങ്ങൾ തന്നെ പറയുമ്പോൾ ഞാൻ അല്പം പൊക്കിയടിക്കുന്നതാണെന്ന് നിങ്ങൾക്ക് തോന്നും. നമ്മുടെ സ്ഥിരം വീഡിയോ കാണുന്ന ഒരാൾ വാങ്ങിച്ചു. അപ്പോൾ ആ ആളുടെ അഭിപ്രായം നിങ്ങൾക്ക് കേൾക്കണ്ടേ? കേൾക്കണം. കേൾക്കാതിരിക്കാൻ പറ്റുമോ? പ്രിയ, കാണാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. എന്തെങ്കിലും ഒരിക്കൽ അങ്ങനെ കാണണമെന്ന് ആഗ്രഹിച്ചിരുന്നു. അപ്പം അത് ഇന്ന് കണ്ടതിൽ ഒരുപാട് സന്തോഷം. പിന്നെ അവലോസ് പൊടി രക്ഷയില്ല കേട്ടോ. അമ്മോട് പറഞ്ഞോളൂ, സൂപ്പർ ആയിട്ടുണ്ട്. കാരണം നമ്മൾ ഈ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നത് ഒരിക്കലും എനിക്ക് അത്രയും ഒരു പെർഫെക്റ്റ് ആയിട്ട് തോന്നാറില്ല. പക്ഷെ ഇത് കഴിച്ചു നോക്കിയപ്പോൾ ഒരുപാട് ഇഷ്ടപ്പെട്ടു. വീട്ടിലെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെ. അത് അമ്മമാരുണ്ടാക്കുന്നത് കൊണ്ടായിരിക്കട്ടെ, ചിലപ്പോ പറയാൻ പറ്റില്ല. അമ്മയൊക്കെ ഉള്ളപ്പോ എനിക്ക് ഉണ്ടാക്കി തരാറുണ്ട്. അപ്പൊ നമുക്ക് എന്തെങ്കിലും പിന്നെ കഴിക്കാൻ പോയി തോന്നുമ്പോ നമ്മള് ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നല്ലാണ്ട് ഉണ്ടാക്കണ പരിപാടിയൊന്നും ഉണ്ടായിരുന്നില്ല. ഇന്ന് എനിക്കത് കിട്ടിയപ്പോ എനിക്ക് ആ ഒരു നെസ്റ്റോളജി ഫീൽ ചെയ്തു. അപ്പൊ അമ്മയോട് എൻ്റെ ഒരു പ്രത്യേക താങ്ക്സ് പറഞ്ഞോളൂ. എന്തായാലും സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ. ഇതാണ് അമ്മ ഉണ്ടാക്കിയ അവലോസ് പൊടി. കഴിച്ചു നോക്കിയിട്ട് ഉടനടി നല്ലതാണെങ്കിലും കൊള്ളൂല്ലെങ്കിലും അഭിപ്രായം പറയണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വൈകുന്നേരം ആയപ്പോഴത്തേക്ക് എനിക്ക് അഭിപ്രായം വന്നു. അമ്മേനോട് അന്വേഷണം പറയാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം അതിൻ്റെ റിയാക്ഷൻ ഞാൻ ഉടനെ തന്നെ വീഡിയോ ആക്കി ഇടാം. പിന്നെ ആ വീഡിയോയിൽ അമ്മ പ്രത്യേക ഒരു കാര്യം പറയുന്നുണ്ട്. ഈ മെഷീനൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് വറുത്ത് കിട്ടും, പക്ഷെ അതിനൊരു ടേസ്റ്റ് ഉണ്ടായിരിക്കണം എന്നില്ല. അപ്പം നമ്മൾ വിറകടുപ്പിൽ വെച്ചിട്ട് നാടൻ, അത് അമ്മമാർക്കിടെ കൈപ്പുണ്യം എന്ന് പറയുന്നത് വേറെ ഒന്ന് തന്നെയാണല്ലേ. അപ്പം അമ്മമാരുടെ കൈ കൊണ്ടുണ്ടാക്കുമ്പോൾ ആ ടേസ്റ്റ് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത്രത്തോളം ടേസ്റ്റാണ്. ഞാൻ പൊക്കി അടിക്കുന്നതല്ല കേട്ടോ, ഉള്ളതാണ്. ഇപ്പം ഈ കടകളിലൊക്കെ അവലോസ് പൊടി നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അവിടെയൊക്കെ വെച്ചിരിക്കുന്നത് മിഷ്യൻ വറുക്കുന്ന അവലോസ് പൊടിയാണ്. ആ അവലോസ് പൊടി നിങ്ങൾ ടേസ്റ്റ് ചെയ്തവരാണെങ്കിൽ ഇതും കൂടി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അത്രത്തോളം വേറിട്ട രുചിയാണ്. അവലോസ് പൊടിക്ക് ഇത്ര രുചി ഉണ്ടോ എന്ന് വരെ നമ്മൾ ചിന്തിച്ചു പോകും. അമ്മ അതൊരു ടേസ്റ്റാണ്. അതെന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? നല്ല നാടൻ കൈപ്പുണ്യമുള്ള അമ്മ അടുപ്പിലെ തീയിൽ വെച്ച് ഉരുളിയിൽ വറുക്കുന്ന അവലോസ് പൊടി. അതുപോലെ അവലോസ് പൊടി മാത്രമല്ല, എന്തും അതിൻ്റേതായ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെ ഉണ്ടാവും. അമ്മമാരുണ്ടാക്കുന്ന വിഭവങ്ങൾക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെ ഉണ്ടാവും അല്ലേ? അതാണ്. അപ്പോൾ ആ ഒരു ടേസ്റ്റ് എന്താണെന്ന് നിങ്ങൾക്ക് വോയിസിലൂടെ അറിയാൻ പറ്റിയില്ലേ? മെഷീൻ വറുക്കുന്നതിലും കൂടുതൽ ടേസ്റ്റ് നമ്മൾ അടുപ്പിൽ വെച്ചുണ്ടാക്കിയാൽ കിട്ടും. നമ്മൾ ഗ്യാസ് അടുപ്പിൽ വെച്ചുണ്ടാക്കുന്നതിനും വിറകടുപ്പിൽ വെച്ചുണ്ടാക്കുന്നതിനും 2 ടേസ്റ്റാണ്. പിന്നെ രുചി കൂട്ടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലരുടെ കൈപ്പുണ്യം, പിന്നെ അതിൻ്റെ കൂട്ടുകൾ, അതാണ് അമ്മമാർക്കിടെ കൈപ്പുണ്യം എന്ന് പറയുന്നത്. എന്തായാലും എനിക്ക് വോയിസ് അയച്ചെന്ന് എൻ്റെ സുഹൃത്ത് ആ ഒരു നൊസ്റ്റാൾജിയ അനുഭവിച്ചു എന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം. എനിക്ക് സന്തോഷം, അമ്മയ്ക്ക് സന്തോഷം. നെക്സ്റ്റ് ഇനി അമ്മ എന്താണോ ഉണ്ടാക്കുന്നത് അത് ഞാൻ നിങ്ങളെ വീഡിയോ എടുത്ത് കാണിച്ചു തരാം. അപ്പോൾ ആർക്കെങ്കിലും അമ്മയുടെ കൈപ്പുണ്യത്തിൽ വീട്ടിലുണ്ടാക്കുന്ന ഈ നാടൻ പലഹാരങ്ങൾ വേണമെങ്കിൽ
ഉടനെ തന്നെ ഈ താഴെ കാണുന്ന വാട്സപ്പിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്താൽ മതി. വാട്സപ്പിൽ ഒരു മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. വിളിച്ചാൽ ചിലപ്പോൾ എന്നെ കിട്ടൂല. ഇത്രയുള്ള വീഡിയോ. എന്തായാലും ഭയങ്കര സന്തോഷമായി. അവലോസ് പൊടിയുടെ ആ ഒരു ടേസ്റ്റ് ഞാൻ പഞ്ചസാര ഇടാണ്ടും ഇട്ടും കഴിച്ചു നോക്കി. അപ്പം ഞാൻ തന്നെ വിചാരിച്ച്, ദൈവമേ, അവലോസ് പൊടിക്കൊക്കെ ഇങ്ങനെയും ടേസ്റ്റ് ഉണ്ടാവോ? അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി, ഒന്നും പറയാനില്ല. അത്രത്തോളം ഉണ്ട് കൈപ്പുണ്യം. അല്ലെങ്കിലും അമ്മമാർ എന്തുണ്ടാക്കിയാലും അതിന് പ്രത്യേക രുചിയായിരിക്കും. ഈ അവലോസ് പൊടി കഴിച്ചപ്പോൾ ഒരു നൊസ്റ്റാൾജിയ അവിടെ അനുഭവിച്ചു. അതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ ഒരു വോയിസ് ഇട്ടത്. എന്തായാലും താങ്ക് യു സോ മച്ച്.